കഴുകൻ്റെ കണ്ണുകളാണ്. കഴുകനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴുകന് എന്തുമാത്രം ഉയർന്ന് കിടന്നാൽ ഒരു ചെറിയ ചുണ്ടലി അതിന് അനങ്ങിയ നോക്കാം കാണുകയും ചെയ്യും. അത് ബുദ്ധിമുട്ടിക്കും. കുറ്റങ്ങൾ കാണുന്നതിൽ നമ്മളതുപോലെയാണ്. എല്ലാ പഴുതുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കും. എന്നാൽ ഇതുപോലെ കഴുകൻ്റെ കണ്ണുകളുള്ളവർ സ്വന്തം കുഞ്ഞുങ്ങളുടെയും സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് വാവതിൻ്റെ കണ്ണാണ്. വാവതിൻ്റെ സ്വഭാവം അറിയാം. വാവതൊന്നും കാണില്ല, അത് സ്വരം കണ്ണാണ്. അപ്പോൾ അതൊന്നും കാണും. അവിടുത്തെ പണ്ടത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്വഭാവമുണ്ട്. ഞാനിത് പറയാൻ കാരണം, we should not become a part of the problem. We should become part of the solution. പ്രശ്നത്തിൻ്റെ ഭാഗമാകാതെ, എല്ലാത്തിനും കണ്ടതിനും കേട്ടതിനുമെല്ലാം കുറ്റം പറയാതെ പരിഹാരത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കണം. We should not be a part of the problem. പ്രോബ്ലം എല്ലായിടത്തുണ്ട്. ഒരു 3 പേരെ കൂട്ടി 2 പേരെ കൂട്ടിയുള്ള നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ ഭാഗമാകാതെ പരിഹാരത്തിൻ്റെ ഭാഗമാകാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം, നിശ്ചയമെടുക്കാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും പരിശീലിപ്പിക്കാം. നമ്മുടെ ശ്രമത്തിനായി നമ്മളെ പറ്റുന്ന പോലെ ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ ദീർഘിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ സ്മരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ